അതൊരു കഷ്ടമാണ്. ലൈഫിനൊരു ത്രില്ലും ഇല്ല. ലൈഫിനൊക്കെ എന്ത് പറ്റി? എന്ത് പറ്റിയെന്നോ? ലൈഫ് മൊത്തം ഒന്ന് സ്പോയിൽ ചെയ്തിട്ട്. ഞാനോ? പിന്നല്ലാതെ ലൈഫിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നും എന്നും വന്ന് പറഞ്ഞുകൊണ്ടിരുന്ന പിന്നെ ലൈഫിൽ എന്താ ഒരു ത്രില്ല്? ഞാനിതൊക്കെ അടുത്ത മാസം കെട്ടിപ്പോട്ടണമെന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. വണ്ടി വിറ്റ് കടം തീർക്കാന്ന് വെച്ചാൽ അത് സമ്മതിക്കില്ല. എന്നാ പറയുമ്പോൾ മൊത്തം പറയണം. ഇതൊരുമാതിരി. എന്നാ ശരി, ഞാനിനി ഒന്നും പറയുന്നില്ല. നോ മോർ സ്പോയിലേഴ്സ്. ഓക്കെ, ഡൺ. അയ്യോ അത് വേണ്ട, കുഴപ്പമില്ല. ഇല്ല, നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞു. എന്നാ പിന്നെ ഈ വീക്ക് കഴിഞ്ഞിട്ട് മതി. അതെന്താ ഈ വീക്ക്? ഈ വീക്കെൻഡ് എക്സാം ആണ്. ക്വസ്റ്റ്യൻസ് കൂടി പറഞ്ഞു തന്നിട്ട് നമുക്ക് നിർത്താം. നോ മോർ സ്പോയിലേഴ്സ്. നിനക്ക് സ്പോയിലേഴ്സിന്റെ വില മനസ്സിലാവാനുള്ള പ്രായമായിട്ടില്ല. അതിപ്പോ ഓരോ പ്രായത്തിൽ ഓരോന്നൊക്കെ അറിയണമെന്നുണ്ടാവില്ലേ? അതും ശരിയാ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എൻ്റെ മനസ്സിലൊരു ചോദ്യം മാത്രമേ ഉള്ളൂ, ജീവിതം എവിടെ ചെന്ന് അവസാനിക്കും? അതെന്നെ മാഡം അറിയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും എന്നെ നോക്കിക്കേ. എന്നെ കണ്ടൊരു ജീവിതം വഴിമുട്ടിയ ഒരാളെ പോലെ തോന്നുന്നുണ്ടോ? മാളൂട്ടി, നീ കണക്ക് പരീക്ഷയ്ക്ക് ഇനിയും വട്ടപൂജ്യം വാങ്ങിക്കും. മാളു, നീ അനുഭവിക്കാൻ കിടക്കുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ രക്ഷപ്പെടുന്ന. പക്ഷെ യു വിൽ ബി ഹാപ്പി. നീ നിന്റെ ജോലിയിൽ ഹാപ്പി ആയിരിക്കും, നീ നിന്റെ മാരേജിൽ ഹാപ്പി ആയിരിക്കും, നീ ലൈഫിൽ ഹാപ്പി ആയിരിക്കും. ഈ പറഞ്ഞത് ഒരു കാര്യം പറ്റി, മാരേജ്, അതിലൊരു സാധ്യതയും കാണുന്നില്ല. Yeah, you'll be married to a wonderful, caring person and a handsome one too. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എൻ്റെ തലയിൽ ഒരു ചോദ്യമേ പോകുന്നുള്ളൂ. അതാ നാളത്തെ 5 മാർക്കിൻ്റെ ചോദ്യം. പൊടി. അപ്പൊ ഇതോടുകൂടി നോ മോർ സ്പോയിലേഴ്സ്. ഡൺ.